ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിങ്സാങ് സ്റ്റിച്ചാണ്. സിങ്സാങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലൈനിൽ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ലൈനിൽ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലൈനിൽ അതേപോലെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മേലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ചെറിയ ചെറിയ സ്പേസ് കണ്ടോ, ആ സ്പേസിൻ്റെ നേരെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ 2 ലൈനുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് നമുക്ക് സിങ്സാങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം കേട്ടോ. ആ വിടവിന് നേരെ വരത്തക്ക രീതിയിൽ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മുടെ വീഡിയോയിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ചെന്ന് കാണാം. റണ്ണിങ് സ്റ്റിച്ച് 2 ലൈനിലായിട്ട് ഇട്ട് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് അതുപോലെ ബാക്ക് സ്റ്റിച്ച്, അങ്ങനെ 2 സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. കാണാത്തവർ കാണാം. സിങ്സാങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ 2 സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിന് നേരെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ആ 2 സ്റ്റിച്ചിൻ്റെ നേരെ വരത്തക്ക രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആവും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. ഇനി നമുക്ക് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന നൂലിൻ്റെ, അതായത് ഈ ബാക്കിൽ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ നൂലൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മേലെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കെട്ട് വേണമെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കെട്ടായി പോവും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കെട്ട് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ നൂലും വന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി സിങ്സാങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മേലുള്ള സ്റ്റിച്ചിൽ നിന്ന് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് നൂല് കുത്തി നന്നായിട്ട് ഇറക്കാം. നിങ്ങൾ വീഡിയോ നന്നായി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് കുത്തി മേലോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറക്കാം കേട്ടോ. അതേപോലെ നൂലൊക്കെ കട്ട പിടിക്കും, അതൊന്നും മൈൻഡ് ആക്കണ്ട, ദേഷ്യമൊക്കെ വരും. നമ്മൾ പക്ഷെ കൺട്രോൾ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താഴെ കാണുന്ന ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് സൂചി എടുത്ത് നൂല് വലിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തോട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് നൂല് സൂചി ഇട്ടിട്ട് നൂല് വലിച്ചെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ നൂല് വെക്കുന്നുണ്ടോ അതിലോട്ടാണ് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റിച്ചിലോട്ട് സൂചി എടുത്തിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിങ്സാങ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. സിങ്സാങ് സ്റ്റിച്ച് സാധാരണ നമ്മൾ ഈ ബോർഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. നമ്മൾ ഷാളിൻ്റെ ബോർഡർ, അതേപോലെ ചുരിദാറിൻ്റെ ബോർഡറൊക്കെ നമുക്ക് ചെയ്യാൻ ഉപകാരമുള്ള അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് സിങ്സാങ് സ്റ്റിച്ച്. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ താഴോട്ട് സൂചി ഇട്ടിട്ട് നൂല് വലിക്കുക. അതേപോലെ താഴോട്ട് അതുപോലെ ചെയ്യുക. ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ നല്ല രീതിയിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലോട്ടും ഇട്ട് എടുത്തെടുത്ത് ചെയ്യുക.